إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകിയിട്ടുള്ള, അവന്റെ ഔദാര്യമായി നമുക്ക് നൽകിയ ഇസ്ലാം, അത് നമുക്ക് അന്തസ്സാണ്. ഇസ്ലാമിലൂടെ അല്ലാതെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സ, അവർ അഥവാ ആ നാട്ടിലുള്ള ആളുകൾ അവർ പ്രതാപം അന്വേഷിച്ചു പോകുന്നത് ഇസ്ലാമിനെ തള്ളുന്നവരുടെ അടുക്കലേക്കാണോ? ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, തീർച്ചയായും എല്ലാ പ്രതാപവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാകുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്സത്തിന്റെ അടിസ്ഥാനം അത് തഖ്വയാണ്. ഇമാം അശ്ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മല്ലം തുഇസ്സുഹു തഖ്വ, ആർക്കാണോ തഖ്വ അത് ഇസ്സത്ത് നൽകാത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുറപ്രകാരം സൂക്ഷിച്ച് മുന്നോട്ട് ജീവിക്കുന്ന കാര്യം ആർക്കാണോ അതിലൊരു പ്രതാപം കാണാൻ സാധിക്കാത്തത്, ഫല ഇസ്സത ലഹ്, അവന് ഇസ്സത്തിൽ അവന് പ്രതാപമില്ല എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് കരുത്തുണ്ടാകുന്നത് അവൻ മുത്തഖിയാകുമ്പോഴാണ്. മാത്രമല്ല, ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇസ്ലാം സ്വീകരിച്ചപ്പോൾ തല ഉയർത്തിപ്പിടിക്കുകയും അതുപോലെ തന്നെ ഏതൊരു സന്ദർഭത്തിലും ഒട്ടും പതറാതെ സ്ഥൈര്യത്തോടെ നിന്ന പല രംഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇസ്സത്തിന്റെ വാക്ക് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അദ്ദേഹം പറയുകയാണ്, നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം, നമ്മളൊരു സമുദായമായിരുന്നു. എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? നമ്മൾ ചെയ്യാത്ത തിന്മകളില്ല, നമ്മൾ വിട്ടുമാറാത്ത തിന്മകളില്ല, നമ്മൾ ചെയ്യാതെ പോയ ഒരു തിന്മകളുമില്ല. അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതാപം നൽകി. നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല, നമ്മുടെ തറവാടിത്തം കൊണ്ടല്ല, മറിച്ച് ഇസ്ലാം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതാപം നൽകി. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുകയാണ്, ഫമഹ്മബ്തഗൈനൽ ഇസ്സത മിൻ ദൂനിഹി അദല്ലന അല്ലാഹ്, ആരെങ്കിലും ഇസ്സത്ത് അള്ളാഹുവിന്റെ ദീനിലല്ലാതെ മറ്റേതെങ്കിലും ദീനിൽ ഇസ്സത്ത് അന്വേഷിച്ചു കൊണ്ടുപോയാൽ, പ്രതാപം അന്വേഷിച്ചു കൊണ്ടുപോയാൽ, അദല്ലന അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിന്ദിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ സഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് അറിയിച്ചു തരികയാണ്. ഇസ്ലാമിക ചരിത്രങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നിർണായകമായ ഒരു ഭാഗമാണ് ഹിജ്റയുടെ ചരിത്രങ്ങളെല്ലാം തന്നെ. ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹിജ്റ എന്നുള്ളത്. എന്തിനു വേണ്ടിയായിരുന്നു സഹാബിമാർ സ്വന്തം നാടിൽ നിന്ന് മറ്റു നാടുകളിലേക്ക് അവരുടെ നാട് ഉപേക്ഷിച്ചു കൊണ്ടുപോയത്? ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സ്വന്തം നാട്ടിൽ പറ്റാതിരുന്നപ്പോൾ.
മുസ്ലിമായി എന്നതിന്റെ പേരിൽ അപമാനിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവർ അവരുടെ സ്വന്തം നാട് വിട്ടുകൊണ്ട് ഇസ്സത്തോടുകൂടി ജീവിക്കാൻ മറ്റ് പല നാടുകളിലേക്കും യാത്ര ചെയ്യുകയുണ്ടായി. അങ്ങനെ മുസ്ലിമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇസ്ലാം ഉയർത്തിപ്പിടിച്ച് ജീവിക്കണമെന്ന ചിന്തയാണ് ഹിജ്റക്ക് പ്രേരണയാകുന്നത്. ജഅഫർ ഇബ്നു അബി ത്വാലിബിന്റെ വാക്കുകൾ നമ്മൾ ആലോചിക്കണം. ഏത് പ്രതിസന്ധി സമയത്തും ഭൗതികമായ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും ഇസ്ലാം ഉയർത്തിപ്പിടിക്കണമെന്ന് മനസ്സിലാക്കാൻ ജഅഫർ ഇബ്നു അബി ത്വാലിബിന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപുത്രനാണ് ജഅഫർ ഇബ്നു അബി ത്വാലിബ്, അഥവാ അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ. ജഅഫർ തയ്യാർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ജഅഫർ ഇബ്നു അബി ത്വാലിബ് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജഅഫർ ഇബ്നു അബി ത്വാലിബിനോട് പറയുകയുണ്ടായി, അശ്ബഹ്ത ഖൽഖി വ ഖുലുഖി, എന്റെ സ്വഭാവവും അതുപോലെ തന്നെ എന്റെ രൂപസാദൃശ്യവും നിനക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളോട് പെരുമാറിയിരുന്നത്, അതുപോലെയാണ് ജഅഫർ ഇബ്നു അബി ത്വാലിബ് പെരുമാറിയിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രൂപവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയായിരുന്നു. സ്വാഭാവികമാണ്, പിതൃപുത്രനാണ്, അതുകൊണ്ട് തന്നെ കാണാനും അതുപോലെ തന്നെ സ്വഭാവവും ജഅഫർ ഇബ്നു അബി ത്വാലിബിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെ തന്നെയായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. എന്താണത് സഹോദരങ്ങളെ? അഥവാ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തുകയും അതുപോലെ തന്നെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യുക എന്നത് അവർക്ക് അനിവാര്യമായി മാറി. കാരണം മുസ്ലിമീങ്ങൾക്ക് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ഇബാദത്ത് ചെയ്യുന്നത് അവർക്കത് ദഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അങ്ങേയറ്റം മുസ്ലിമീങ്ങളെ മക്കയിൽ പ്രയാസപ്പെടുത്തി. മുസ്ലിമീങ്ങൾക്ക് പീഡനം സഹിക്കാതെ വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകരോടെല്ലാവരും അങ്ങേയറ്റത്തെ കരുണയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബിമാരോടായി പറഞ്ഞു, എന്താണ്? ഇന്ന ഫിൽ ഹബശതി മലിക, ഹബശ എന്ന് പറയുന്ന അഥവാ അബസീനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രാജാവുണ്ട്. ലാ യുദ്ലമു ഇൻദഹു അഹദ്, അവരുടെ അടുക്കൽ ഒരാളും അനീതിക്ക് പാത്രമാകേണ്ടി വരികയില്ല. അദ്ദേഹം ഒരാളോടും അനീതി പ്രവർത്തിക്കാത്ത ആളുകളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക്, ഹബശയിലേക്ക് നിങ്ങൾ ഹിജ്റ പോകണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് പറഞ്ഞു. റസൂലിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു, അദ്ദേഹത്തിന്റെ പിതൃവ്യൻ. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർക്ക് പ്രയാസപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പാവപ്പെട്ട സഹാബിമാർ, ആരോരുമില്ലാത്ത സഹാബിമാർ, അടിമകളായ സഹാബിമാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസമായിരുന്നു, അവർക്ക് പ്രശ്നങ്ങളായിരുന്നു. അവരെ ഏറ്റവും വലിയ രീതിയിൽ മക്കയിലെ കുഫാറുകൾ പീഡിപ്പിക്കുകയുണ്ടായി. അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പ്രയാസപ്പെടുന്നത് എനിക്ക് സഹിക്കുന്നതിലും അപ്പുറമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അബസീനയിലേക്ക് അല്ലെങ്കിൽ അബശയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുകയുണ്ടായി. ഇത് കേട്ട് അവർ ഹിജ്റ പോയി. എന്നാൽ മക്കയിലെ കുഫാറുകൾ അവരെ വെറുതെ വിടാൻ തീരുമാനിച്ചില്ല. മക്കയിലെ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നന്നായി സംസാരിക്കാൻ അറിയുന്ന രണ്ടുപേരെ ഹബശയിലേക്ക്, മക്കയിലെ കുഫാറുകളിലെ നേതൃസ്ഥാനത്തുള്ള ആളുകൾ രണ്ടുപേരെ ഹബശയിലേക്ക് അയക്കുകയുണ്ടായി. അവിടുത്തെ രാജാക്കന്മാരെയും ഉത്തരവാദിത്തപ്പെട്ടവരെയും സംസാരിച്ച് വശീകരിക്കാൻ കഴിവുള്ള രണ്ടുപേരെ മക്കയിലെ കുഫാറുകൾ ഹബശയിലേക്ക് അയച്ചു. അവരെ തിരിച്ച് മക്കയിലേക്ക് എത്തിക്കണം എന്ന് പറയാൻ ഇവരെ രണ്ടുപേരെയാണ് അയച്ചത്. അവിടുത്തെ ഭരണം നടത്തുന്ന രാജാവ് ക്രിസ്തീയനായ ഒരു രാജാവാണ്, നജ്ജാഷി എന്നാണ് പേര്. മുസ്ലിമീങ്ങൾക്കാവട്ടെ അവിടെ ഒരു പ്രയാസവും പീഡനവും അതുപോലെ കുത്തുവാക്കുകളോ മറ്റോ ഒന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ. കാരണം നേരത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, അവിടുന്ന് പ്രവചിച്ചതുപോലെ തന്നെ അദ്ദേഹം ഒരാളോടും അനീതി പ്രവർത്തിക്കാത്ത രാജാവാണ്. ആ സമയത്ത് ക്രിസ്തീയനാണ് നജ്ജാഷി എന്ന് പറയുന്ന രാജാവ്. എന്നാൽ ഇത് മക്കക്കാർ അറിഞ്ഞപ്പോൾ, അവർ ഏറ്റവും നല്ല രൂപത്തിലുള്ള ജീവിതമാണ് നയിക്കുന്നത് എന്ന് മക്കക്കാർ അറിഞ്ഞപ്പോൾ, അവരുടെ കൂട്ടത്തിൽ നിന്ന് അബ്ദുല്ലാഹിബ്നു അബി റബീഅയെയും അതുപോലെ തന്നെ അംർ ഇബ്നുൽ ആസിനെയും മക്കയിലെ കുഫാറുകൾ നജ്ജാഷിയുടെ അടുക്കലേക്ക് അയച്ചു, ഇവരെ പറ്റി പറയാൻ വേണ്ടി. എന്നാൽ ഇവർ വരുന്ന വഴിയിൽ കണ്ട പാതിരമാർക്കും അതുപോലെ തന്നെ ക്രിസ്തീയ പുരോഹിതന്മാർക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ സമ്മാനങ്ങളും അവർ നൽകി. മാത്രമല്ല നജ്ജാഷിക്കും അഥവാ നാട്ടിലെ രാജാവിനും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി. എന്നിട്ട് അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്താണ്?
ഇങ്ങനെ ധാരാളം സമ്മാനങ്ങളും അതുപോലുള്ള കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നജ്ജാശിയോട് ആവശ്യപ്പെട്ട കാര്യം എന്താണ്? ഇൻദനാ ബഅദു ഗിൽമാൻ, നമ്മുടെ അടുക്കൽ ചെറുപ്പക്കാരായ ചില ആളുകളുണ്ട്. എന്താണ് അവരുടെ അവസ്ഥ? ഫാറഖു ദീനഹും, അവർ അവരുടെ പിതാക്കന്മാരുടെയും അതുപോലെ തന്നെ കാരണവന്മാരുടെയും ദീൻ ഉപേക്ഷിച്ചുകൊണ്ട് അവർ ഈ നാട്ടിലേക്ക് വന്നത്. അതുപോലെ തന്നെ വലം യുദ്ഖിലു ഫീ ദീനിക്കും, അവരാകട്ടെ നിങ്ങളുടെ ദീനിൽ അഥവാ ക്രിസ്ത്യൻ മതത്തിൽ അവർ പ്രവേശിച്ചിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് പരിചയമില്ലാത്ത, നമ്മുടെ പിതാക്കന്മാർക്കോ നമ്മുടെ മുൻഗാമികൾക്കോ പരിചയമില്ലാത്ത ഒരു ദീനുമായിട്ടാണ് അവർ വന്നത്. നമ്മളെ നിങ്ങളിലേക്ക് അയച്ചത്, അഥവാ ഈ മക്കയിലെ കുഫാറുകൾ അയച്ച രണ്ടുപേർ പറയുകയാണ്, നമ്മളെ നിങ്ങളിലേക്ക് അയച്ചത് ഇവരുടെ ഉപ്പമാരാണ്, ഇവരുടെ കുടുംബക്കാരാണ്, ഇവരെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തന്നെ അയക്കണമെന്ന് പറയാനാണ് നമ്മളെ അയച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അബ്ദുല്ലാഹിബിൻ അബി റബിയയും അതുപോലെ തന്നെ അംറു ബിൻ ആസും സംസാരിച്ചു. ഇത് കേട്ടപ്പോൾ അവരുടെ പുരോഹിതന്മാർ, ക്രിസ്തീയ പുരോഹിതന്മാർ ഇവരുടെ കൂടെ പക്ഷം ചേർന്നുകൊണ്ട് പറയുകയുണ്ടായി, അതെ, ഇവർ പറയുന്ന കാര്യം സത്യമാണ്. കാരണം അവർ ഇതുവരെ പരിചയമില്ലാത്ത ദീനിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദീനിലാണെങ്കിൽ ഇവർ പ്രവേശിച്ചിട്ടുമില്ല. ദീന് അവർ സ്വീകരിച്ചത് ആ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ അയക്കണമെന്ന് നജ്ജാശിയോട് ഈ ക്രിസ്തീയ പുരോഹിതന്മാരും പറഞ്ഞു. എന്നാൽ നജ്ജാശിയാകട്ടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഉടനെ തീരുമാനങ്ങൾ എടുക്കുന്നയാളല്ല. അദ്ദേഹം ഫഗാലിബൻ നജ്ജാശി രാജാവ് എന്ത് ചെയ്തു? കോപിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ലാ ഉസ്ലിമുഹും ഇലൈഹിമ, ഞാൻ ഒരിക്കലും അവരെ നിങ്ങളിലേക്ക് വിട്ടുതരികയില്ല, അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയുന്നത് വരെ. എന്തിനാണ് എന്നിൽ വിശ്വാസമർപ്പിച്ച് എന്നിലേക്ക് വന്നത് എന്നറിയുന്നത് വരെ ഞാൻ ഒരിക്കലും അവരെ നിങ്ങളിലേക്ക് വിട്ടുതരികില്ല എന്ന് പക്വതയുള്ള മറുപടി നജ്ജാശി പറയുകയുണ്ടായി. അങ്ങനെ സഹോദരങ്ങളെ, ആ മുസ്ലിമീങ്ങളെ എല്ലാവരെയും നജ്ജാശി രാജാവിത ഒരുമിച്ച് കൂട്ടുകയാണ്. അത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരെയും ഒരുമിച്ച് കൂട്ടി. ഇതാ ജാഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നജ്ജാശി ചോദിച്ചു, മാ ഹാദ ദീൻ, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ ദീൻ ഏതാണ്? അഫ യഹൂദിയുൻ അൻതും, നിങ്ങൾ യഹൂദികളാണോ അതല്ല മറ്റേതെങ്കിലും മതത്തിലുള്ള ആളുകളാണോ? എന്താണ് നിങ്ങളുടെ ദീൻ എന്ന് പറഞ്ഞപ്പോൾ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ജാഫർ അത്തയ്യാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം, പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് തങ്ക ലിപികളാൽ എഴുതപ്പെടേണ്ട വാക്കുകളാണ്. ഏറ്റവും മനോഹരമായ ഇസ്ലാമിനെ പറ്റി ഏതാളുകൾക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന വാക്കുകൾ അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ, അയ്യുഹൽ മലിക്, ദീനുന അൽ ഇസ്ലാം, നമ്മുടെ ദീൻ അത് ഇസ്ലാമാണ്, നമ്മുടെ ദീൻ അത് ഇസ്ലാമാണ്. അപ്പോൾ നജ്ജാശി ചോദിച്ചു, മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇസ്ലാം കൊണ്ടുള്ള ഉദ്ദേശം? അപ്പോൾ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മറുപടി പറയുകയാണ്, കുന്നാ ഖൗമൻ അഹ്ലൽ ജാഹിലിയ്യ, നമ്മൾ ജാഹിലിയത്തിൽ ഒന്നും അറിയാതെ നമ്മൾ നിന്നിരുന്ന ആളുകളായിരുന്നു. നഅബുദുൽ അസ്നാം, നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നവരായിരുന്നു. നമ്മളെ പോലുള്ള ആളുകൾ അവരുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങൾ, അതുപോലെ തന്നെ കല്ലുകളെയും മുള്ളുകളെയും മൂർഖൻപാമ്പിനെയും അതുപോലെയുള്ള കാര്യങ്ങളെയും ആരാധിച്ചു പോന്നിരുന്ന ആളുകളായിരുന്നു നമ്മൾ. എന്നിട്ട് പറയുകയാണ്, വനഅകുലുൽ മൈത, നമ്മൾ ചത്ത ശവം ഭക്ഷിച്ചിരുന്ന ആളുകളാണ്. വനഅതിൽ ഫവാഹിഷ്, നമ്മൾ ചെയ്യാത്ത ഒരു പ്രയാസം അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത ഒരു തിന്മകളുമില്ല. ഏതൊക്കെ തിന്മകൾ നമ്മുടെ നാട്ടിലുണ്ടോ ആ തിന്മകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. വനഖ്തഉൽ അർഹാം, കുടുംബ ബന്ധം എന്താണെന്ന് നമുക്കറിയില്ല, അതെല്ലാം നമ്മൾ വിച്ഛേദിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ പറ്റി അറിയില്ല, നമ്മളും കുടുംബങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വനുസീഉൽ ജിവാർ, അതുപോലെ തന്നെ അയൽവാസികളോട് മോശമായ രൂപത്തിൽ പെരുമാറിയിരുന്നവരാണ്. അല്ലേ സഹോദരങ്ങളെ, നമുക്കറിയാം, തന്റെ വീട്ടിലുള്ള കന്നുകാലികൾ എങ്ങാനും അപ്പുറത്തെ വീട്ടിലെ എന്തെങ്കിലും ഭക്ഷിച്ചാൽ മാസങ്ങളോളം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു. ചെറിയ വിഷയത്തിന്റെ പേരിൽ മോശമായ പെരുമാറ്റം നമ്മൾ നമ്മുടെ അയൽവാസികളോട് നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ വയഖുലുൽ ഖവിയ്യു മിനൽ ലഈഫ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ശക്തിയുള്ള ആളുകൾ പാവപ്പെട്ട ആളുകളുടെ സമ്പത്തും അതുപോലെ തന്നെ അവരുടെ സ്വത്തുക്കളും അപഹരിച്ചിരുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് ചിന്തിക്കണം. ഈ കാലഘട്ടത്തിലും ഇത് നടക്കുന്നില്ലേ? ഈ കാലഘട്ടത്തിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? എങ്ങനെയുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ നിഷ്പക്ഷമായി ചിന്തിക്കണം. ഓരോ ആളുകളും ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്, ഈ കാലഘട്ടത്തിലും ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
ആരെതിർത്താലും ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലും നടക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുകയാണ്, വകുന്ന അലാ ദാലിക്, ഈ പറഞ്ഞ മോശമായ അവസ്ഥയിലായിരിക്കെ, ഈ അടിമച്ചങ്ങല കെട്ടിലായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂലാ, നമ്മിലേക്ക് ഒരു റസൂലിനെ അയക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മിലേക്ക് അയച്ചു. നഅരിഫു നസബഹ്, ആ റസൂലിന്റെ തറവാടിത്തം നമുക്ക് അറിയുന്നതാണ്, അഥവാ നമുക്ക് അറിയാത്ത ആളൊന്നുമല്ല. അതുപോലെ തന്നെ വസ്ദിഖഹു, അദ്ദേഹത്തിന്റെ സത്യസന്ധത നമുക്ക് അറിയുന്നതാണ്. ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിലും തമാശക്ക് പോലും കളവ് പറയാത്ത, അതുപോലെ തന്നെ അമാനത, അദ്ദേഹത്തിന്റെ സത്യസന്ധത, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്നതും നമുക്ക് അറിയുന്നതാണ്. നമ്മൾ എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. വഅഫാഫ, അദ്ദേഹം ലൈംഗിക വിശുദ്ധി പുലർത്തി ജീവിച്ചയാളായിരുന്നു. ഫദആന ഇലല്ലാഹി തആല, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അല്ലാഹുവിലേക്ക് മാത്രം ക്ഷണിച്ചു. അതേ സഹോദരങ്ങളെ, പരിപൂർണമായ സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ക്ഷണിച്ചു. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ലിനുവഹിദഹു വനഅബുദുഹു, അതുപോലെ തന്നെ അള്ളാഹുവെ മാത്രം ഏകനാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ ബലികർമ്മങ്ങളും നമ്മുടെ എല്ലാ ഇബാദത്തുകളും ആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകണമെന്ന് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിക്കുകയുണ്ടായി. വനഖ്ലഉ മാ കുന്നാ യഅബുദു ആബാഉനാ മിൻ ദൂനിഹി മിനൽ ഹിജാറത്തി വൽ ഔസാൻ, നമ്മൾ ആരാധിച്ചു പോന്നിരുന്ന കല്ലുകളെയും അതുപോലെ തന്നെ വിഗ്രഹങ്ങളെയും നമ്മളോട് ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. വഅമറനാ ബിസിദ്ഖിൽ ഹദീസ്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞ കാര്യം, നമ്മൾ നുണയന്മാരായിരുന്നു, നമ്മൾ സംസാരിക്കുമ്പോൾ കളവ് മാത്രമാണ് നമുക്ക് പരിചയമുള്ളത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ച കാര്യം, നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യം മാത്രം പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യം മാത്രം പറയണം. വഅദാഇൽ അമാന, നിങ്ങളെ വിശ്വസിച്ച് ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യം നിങ്ങൾ ചെയ്യണം. വസീലത്തിൽ അർഹാം, നിങ്ങൾ നിങ്ങളുടെ കുടുംബബന്ധം ചേർക്കണം. വഹുസ്നിൽ ജിവാർ, നിങ്ങൾ നിങ്ങളുടെ അയൽവാസികളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. അല്ലേ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളോടുള്ള ഹക്കുകൾ പറഞ്ഞ് അനന്തരം പോലും ഞാൻ കൊടുക്കേണ്ടി വരുമോ എന്ന രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത്രയും എന്നോട് അവരോട് നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് കൽപ്പിച്ചു. ആ കാര്യം സഹാബിമാരോടും പറഞ്ഞു. വൽ കഫ്ഫി അനിൽ മഹാരിമി വദ്ദിമാ, അന്യായമായി രക്തം ചീതരുത് എന്നും അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങൾ ചെയ്യരുത് എന്നും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചു. വനഹാന അൽ ഫുഹ്ഷ് വഖൗലി സൂർ, മോശം സാക്ഷ്യം വഹിക്കുന്നതും അതുപോലെ തന്നെ മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണമെന്നും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചു. ഇങ്ങനെ കൽപ്പിച്ച കാര്യങ്ങളെല്ലാം, ആ റസൂൽ കൽപ്പിച്ച കാര്യങ്ങളെല്ലാം നന്മകളാണ്. അവിടുന്ന് വിരോധിച്ച കാര്യങ്ങളെല്ലാം തിന്മകളാണ്. സ്വന്തത്തിനും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും ആ തിന്മകൾ അവർക്ക് പ്രയാസമുള്ളതാണ് എന്ന് പറഞ്ഞു. വസദ്ദഖ്നാ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സത്യപ്പെടുത്തി. വആമന്നാ ബിഹ്, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ വിശ്വസിച്ചു. വത്തബഅനാ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റി. ഇലാ മാ ജാഅ ബിഹി മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങൾ നമ്മൾ പിൻപറ്റുകയും ചെയ്തു. ഫഅബ്ദന അല്ലാഹ വഹ്ദ വലം നുശ്രിക് ബിഹി ഷൈആ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അല്ലാഹുവെ മാത്രം നമ്മൾ ഇബാദത്ത് ചെയ്തു. ഇതൊക്കെ ആ റസൂൽ പറഞ്ഞപ്പോൾ നമ്മൾ സത്യപ്പെടുത്തി. ഇത് നമ്മൾ എന്തിന്റെ പേരിൽ തള്ളണം? നജ്ജാശിയോടുള്ള ചോദ്യമാണ്. ഈ കാര്യങ്ങൾ നമ്മൾ എന്തിന്റെ പേരിലാണ് തള്ളേണ്ടത്? ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ തള്ളേണമോ? അതുപോലെ തന്നെ ഇതിലേത് കാര്യമാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്? ഏതെങ്കിലും ഒരു കാര്യം, ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഉപേക്ഷിക്കണമോ? ഇത് സ്വീകരിക്കാനാണ് നമ്മുടെ പൂർവികരുടെ ദീൻ നമ്മൾ ഉപേക്ഷിച്ചത്. ഇനി നമ്മുടെ പൂർവികരുടെ ദീനിൽ പിൻപറ്റാൻ മാത്രം എന്താണുള്ളത്? നമ്മൾ കള്ളു കുടിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? നമ്മൾ വ്യഭിചരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് നജ്ജാശിയോട് ചോദിച്ചപ്പോൾ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മനോഹരമായി ഇസ്ലാമിനെ പറ്റി വിശദീകരിച്ചു കൊടുത്തപ്പോൾ, നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇസ്ലാം എന്ന സ്വാതന്ത്ര്യം. ഇതാണ് ഇസ്ലാം എന്ന സ്വാതന്ത്ര്യം. ഇതാണ് ഇതിലേക്ക് കടന്നു വന്ന ആളുകൾക്കും പറയാനുള്ളത്. ഈ കാര്യമാണ് നമുക്കും പറയാനുള്ളത്. ഇസ്ലാം പിൻപറ്റുന്നതിന്റെ പേരിൽ ഏത് സൃഷ്ടികൾക്കാണ് പ്രയാസമുള്ളത്? മറ്റുള്ള ആളുകൾക്ക് എന്ത് പ്രയാസമാണ് മുസ്ലിമീങ്ങളെ കൊണ്ടുള്ളത്? അല്ലേ സഹോദരങ്ങളെ? എന്നിട്ടും നമുക്കുള്ള പേരെന്താണ്? തീവ്രവാദികൾ എന്ന്. തീവ്രവാദികൾ എന്നാണ് മുസ്ലിമീങ്ങളെ മറ്റു ആളുകൾ വിളിക്കുന്നത്. പറയട്ടെ, നന്മ ചെയ്യണമെന്ന് പറയൽ തീവ്രവാദമാണെങ്കിൽ, അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറയൽ തീവ്രവാദമാണെങ്കിൽ,
മയക്കുമരുന്നിനും ലഹരികൾക്കും അടിമയാകരുത് എന്ന് പറയുന്നത് തീവ്രവാദമാണെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്നു, നമ്മൾ തീവ്രവാദികൾ തന്നെ. ഈ പറയുന്ന കാര്യങ്ങൾ തീവ്രവാദമാണ് എങ്കിൽ നമ്മൾ അംഗീകരിക്കുന്നു, നമ്മൾ തീവ്രവാദികളാണ് എന്ന്. എന്താണ് സഹോദരങ്ങൾ നമ്മൾ പറയുന്നത്? നന്മകളല്ലാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകൾക്കും പറയാനുള്ളത് ഈ ഒരു കാര്യമാണ്. ഇത് കേട്ടപ്പോൾ, ഇസ്ലാമിനെ കുറിച്ച് കേട്ടപ്പോൾ നജ്ജാശി പറഞ്ഞു, ഇത് തന്നെയാണ് ഓരോ നാട്ടിലേക്കും ഓരോ നബിമാർ വന്നപ്പോഴും ആ നബിമാർ പറഞ്ഞ കാര്യം ഇതാണ് എന്ന് പറഞ്ഞു. ഇത് നന്മയാണ്. ഇതിന്റെ പേരിൽ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് ഇവരെ പറഞ്ഞയക്കാൻ നമുക്ക് സാധിക്കില്ല. ഇവർ പറയുന്നത് നന്മയാണ്, ഇവർ പറയുന്ന നല്ല കാര്യങ്ങളാണ്. എങ്ങനെ നമ്മൾ തിരിച്ചയക്കുമെന്ന് നജ്ജാശി പറഞ്ഞപ്പോൾ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ആ സമയത്ത് തലകുനിക്കേണ്ടി വന്നു. എല്ലാ സമ്മാനങ്ങളും തിരിച്ച് കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ നജ്ജാശി രാജാവ് ആ പാതിരിമാരോടും ആ സമ്മാനങ്ങൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞ മക്കയിലെ കുഫാറുകൾ പറഞ്ഞയച്ച ആളുകൾ അവർ സഹാബിമാരെ വിടാൻ തീരുമാനിച്ചില്ല. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ന് കാഫിറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം കൂടിയുണ്ട്. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് ഇവർ അംഗീകരിക്കാത്ത ആളുകളാണ്. നിങ്ങളുടെ ദീനിൽ നിങ്ങൾ അങ്ങേയറ്റം സ്ഥാനം കൊടുക്കുന്ന ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മോശമായി കാണുന്ന ആളുകളാണ് എന്ന രൂപത്തിൽ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു സംസാരിക്കുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ മുസ്ലിമീങ്ങൾ തൽക്കാലം ഇതിവിടെ പറയണ്ട, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറയണ്ട എന്ന് കരുതിയില്ല. പിന്നീട് വിശദീകരിക്കാമെന്ന് ചിന്തിച്ചില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റിനും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ അവർ നിന്നില്ല. ജാഫർ റളിയല്ലാഹു അൻഹു ഏത് രാജാവിന്റെ മുന്നിലും രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അത് ധൈര്യത്തോടു കൂടി പറയാൻ അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം ഇതാ സൂറത്തു മറിയം പാരായണം ചെയ്യുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഖുർആനിലേക്കാണ് അവരുടെ ദഅവത്ത്. അദ്ദേഹം അതാ സൂറത്തു മറിയം പാരായണം ചെയ്യുകയാണ്. ചില ആയത്തുകൾ കേട്ടപ്പോൾ തന്നെ ഇതാ നജ്ജാശിയുടെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ വരാൻ തുടങ്ങി. നജ്ജാശിയുടെ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന പാതിരിമാരുടെയും കണ്ണിൽ നിന്ന് ഇതാ ഈറൻ അണയാൻ തുടങ്ങി. അവർക്ക് അത് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. മനോഹരമായ സൂറത്താണ് സൂറത്തു മറിയം. നിങ്ങളത് ഇന്ന് തന്നെ ഒന്നുകൂടി അതിന്റെ അർത്ഥസഹിതം ഒന്ന് പാരായണം ചെയ്തു നോക്കണം. അത് പാരായണം ചെയ്യണം. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള നിലപാട്, ഒരു മുസ്ലിമിന്റെ നിലപാട് എന്താണ് എന്ന് മനോഹരമായ രൂപത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഉമ്മ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പതിവ്രതയായ സ്ത്രീയാണ് എന്നും ഒരു മോശമായ പ്രവൃത്തിയും ചെയ്യാത്ത ആളാണ് എന്നും സൂറത്തു മറിയമിൽ മനോഹരമായി പറയുന്നത് കേട്ടപ്പോൾ നജ്ജാശിക്ക് പിന്നീടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അത് മാത്രമല്ല സഹോദരങ്ങളെ, അവിടെ ഉണ്ടായിരുന്ന പാതിരിമാർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അള്ളാഹുവിന്റെ ദീൻ കലർപ്പില്ലാതെ, ഈ സ്വാതന്ത്ര്യത്തിന്റെ ദീൻ അതൊരു കലർപ്പുമില്ലാത്ത ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് അത് യഥാർത്ഥ സൗഭാഗ്യത്തിലാകും. അല്ലേ? ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ലൗ അലിമൽ മുലൂക് വഅബ്നാഉൽ മുലൂക് മാ നഹ്നു ഫീഹി മിന സുറൂരി വന്നഈം ഇദൻ ലജാദലൂന അലൈഹി ബിസ്സുയൂഫ്. ഇതാ നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ മനസമാധാനമുണ്ടല്ലോ, ഈ ഒരു അനുഭൂതിയുണ്ടല്ലോ, ഇതെങ്ങാനും രാജാക്കന്മാരും അതുപോലെ തന്നെ അവരുടെ മക്കളും അറിഞ്ഞു കഴിഞ്ഞിരുന്നുവെങ്കിൽ അവർ അത് കരസ്ഥമാക്കാൻ വേണ്ടി നമ്മളോട് യുദ്ധം ചെയ്തേനെ എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, പിന്നീട് മുസ്ലിമീങ്ങൾക്ക് അവർ സംരക്ഷണം ഉറപ്പു നൽകുകയുണ്ടായി നജ്ജാശി രാജാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. പ്രിയപ്പെട്ടവരെ, ഏത് കാലഘട്ടത്തിലും നന്മയുടെ പാത അത് ഇസ്ലാം പിൻപറ്റുന്നതിലാണ് എന്ന് നാം മനസ്സിലാക്കി. ഇനി മുസ്ലിമായ നാം ഓരോരുത്തരുടെ മേലും ബാധ്യതയായിട്ടുള്ള കാര്യം എന്നാൽ ഈ നന്മയുടെ മാർഗം നമ്മൾ ഓരോരുത്തരും, മുസ്ലിമായ നമ്മൾ ഓരോരുത്തരും അത് മുറുകെ പിടിക്കണം, അത് ഉയർത്തിപ്പിടിക്കണം. അതിന്റെ പേരിൽ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. 6-ാം നൂറ്റാണ്ട് എന്ന പരിഹാസ വാക്കുകൾ കേൾക്കേണ്ടി വരും. പഴഞ്ചൻ എന്ന വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. പക്ഷേ അവരോട് നമ്മൾ പറയേണ്ട വാക്ക് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണ്. അദ്ദേഹത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കപ്പൽ
അത് നിർമ്മിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രമാണിക്കൂട്ടം ചെയ്ത കാര്യം എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് അറിയിച്ചു തരുന്നുണ്ട്. വയസ്നഉൽ ഫുൽക വകുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമി സഖിറു മിൻഹു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആ കപ്പൽ നിർമ്മിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വലിയ വലിയ ആളുകൾ, അവരുടെ വലിയ സമ്പത്തുള്ള ആളുകൾ, വലിയ ആളുകളാണെന്ന് നിലച്ച ആളുകൾ, അവർ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിഹസിക്കുകയുണ്ടായി. സമാനമായ കാര്യം ഈ കാലഘട്ടത്തിലും നടക്കുന്നുണ്ട് അല്ലേ? മുസ്ലിമീങ്ങളെ കാണുമ്പോൾ ആളുകൾക്ക് എന്തോ പ്രയാസമുള്ളതുപോലെയാണ് അല്ലേ? നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചാൽ, താടി നീട്ടി വളർത്തിയാൽ, അത് വളർത്തുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ പരിഹസിക്കുകയാണ്. നിങ്ങൾ പരിഹസിച്ചുകൊള്ളുക. നമുക്ക് പറയാനുള്ളത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ആ വാക്കാണ്, ഇൻ തസ്ഖറു മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. നിങ്ങൾ പരിഹസിച്ചുകൊള്ളുക. നിങ്ങൾ ഈ ദുനിയാവിൽ നമ്മളെ എന്ത് പേരിട്ടുകൊണ്ട് വിളിച്ചുകൊള്ളുക. ഒരു രംഗം വരാനുണ്ട്, ഒരു ദിവസം വരാനുണ്ട്. എന്താണത്? നിങ്ങൾ എങ്ങനെയാണോ നമ്മളെ പരിഹസിച്ചത് അതുപോലെ തിരിച്ച് പരിഹസിക്കാനുള്ള ഒരു ദിവസം നമുക്കും വരാനുണ്ട് എന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ആ വാക്കാണ് നമുക്കും ഇതുപോലുള്ള ആളുകളോട് പറയാനുള്ളത്. ഇസ്ലാം അത് സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങൾ പരിഹസിക്കണോ? ആയിക്കോളൂ, അതിൽ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ എല്ലാവരും എത്തും, അതിൽ യാതൊരു സംശയവുമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. പിന്നീട് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. അന്ന് നമുക്കൊരു തീരുമാനമാവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു പ്രയാസപ്പെടേണ്ടതുമില്ല. നമ്മൾ മനസ്സിലാക്കിയ ഈ ഇസ്ലാം എന്നുള്ള ഈ സ്വാതന്ത്ര്യത്തിന്റെ ദീൻ നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം. ഇനി ഈ ക്ഷണിക്കുന്നതിന്റെ പേരിൽ വല്ല പ്രയാസങ്ങളും ഏൽക്കേണ്ടി വരുമ്പോൾ അതിൽ നമ്മൾ ക്ഷമിക്കണം. സഹാബിമാർ ക്ഷമിച്ചില്ല സഹോദരങ്ങളെ. നമ്മൾ ഈ ചരിത്രം പറയുന്നത് വെറുതെ കേട്ട് ആവേശം കൊള്ളാനല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനാണ്. ആലോചിച്ചു നോക്കണം, സഹാബിമാർ അനുഭവിച്ചതിന്റെ പകുതിയല്ല, ഒരു കാൽ ഭാഗം പോലും നമ്മൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആവർത്തിച്ച് ഞാൻ പറയാറുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ജീവിതം അത് വളരെ വിരളം മാത്രമാണ്. നമുക്കറിയില്ല എപ്പോഴാണ് മരണം നമ്മളിലേക്ക് വരിക എന്നുള്ളത്. ആ മരണം നമ്മളിലേക്ക് വരുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ എന്താണ്? എന്റെ മനോഹരമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുന്ന ആളുകളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അങ്ങനെയുള്ള അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في كل مكان وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.